എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമാകുന്ന ഒന്നാണ്. ചെറുപയർ പരിപ്പും ചവരിയും കൂടി ചേർത്ത് വളരെ സ്വാദിഷ്ടമായ നല്ലൊരു പായസമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, കഴിക്കാനാണെങ്കിലോ സൂപ്പർ ടേസ്റ്റ് ആണ്. ഈ വർഷത്തെ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണേ. ഒരിക്കൽ ഉണ്ടാക്കി പായസം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ എന്നും തയ്യാറാക്കുക. നമ്മുടെ ചാനലില് ഞാൻ പലതരത്തിലുള്ള പായസവും പ്രഥമനൊക്കെ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. ഈ ഒരു പായസവും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാവുന്ന ഒന്നാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമാകും. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചെറുപയർ പരിപ്പ് ചവരി പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള ചവ്വരി ചെറുപയർ പരിപ്പ് പായസം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. ചെറുപയർ പരിപ്പ് സാഗോ പായസം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവുള്ള കപ്പില് 1 കപ്പ് ചെറുപയർ പരിപ്പും 150 ഗ്രാം അളവുള്ള കപ്പില് ചവ്വരിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരിയെ ഒന്ന് കഴുകി കൂടെ എടുക്കാം. ചവ്വരി കഴുകി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് കൂടെ മാറ്റാം. ചവ്വരി നിറയെ തന്നെ വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് കുതിർത്ത് വരാനായിട്ട് അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. നമുക്കിനി പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു കുക്കറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുക്കർ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് നെയ്യ് കൂടെ ചേർക്കണം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകിയതിനു ശേഷം ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപ്പിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. മൊരിയുക എന്ന് ഉദ്ദേശിച്ചത് നല്ലതുപോലെ ചുവക്കെ വറുത്തെടുക്കുന്നതിനാണ്. ഒരു 3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് പരിപ്പിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിലേക്കൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെന്തു വരാൻ ആവശ്യമായ 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള 250 ഗ്രാം അളവില് പരിപ്പിന് 750 മില്ലിഗ്രാം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കുക്കർ മൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചു കൂടി എടുക്കാം. ആദ്യ വിസില് ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും കൂടി വെച്ചിട്ടാണ് പരിപ്പിനെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. 3 വിസിലിന് ശേഷം വെന്ത് വന്നിട്ടുള്ള പരിപ്പിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും കൂടി തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് നല്ല വെണ്ണ പോലെ തന്നെയാണ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ വെന്തുടയാത്തതുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതിയാകും. കട്ടകളില്ലാതെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിനെ ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയും കൂടി എടുക്കാം. ശർക്കര പാനി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 750 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. 750 മില്ലി അളവില് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ശർക്കരയെ നമുക്ക് ഉരുക്കിയെടുക്കേണ്ടത്. ശർക്കര അടിയിലൊന്നും പിടിക്കാതെ വളരെ എളുപ്പത്തിൽ ഉരുക്കി കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ശർക്കര പാനി നല്ലതുപോലെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ കട്ടകളെല്ലാം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിയെ അടുപ്പിൽ നിന്നും മാറ്റാം. അതിനുശേഷം വീണ്ടും നമ്മൾ വേവിച്ച പരിപ്പ് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരിപ്പിലേക്കാണ് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കരയിലെ കല്ലും മണ്ണും ഒക്കെ ഒന്ന് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വെന്തു വന്നിട്ടുള്ള പരിപ്പ് ശർക്കര പാനിയിലേക്ക് നല്ലവണ്ണം കട്ടകളൊക്കെ ഉടഞ്ഞ് ഒന്ന് യോജിച്ച് കിട്ടണം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പൊന്ന് തിളച്ചു വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതുപോലൊരു വലിയ നാളികേരത്തിനെ നമുക്ക് തിരുമിയൊന്ന് പാല് പിഴിഞ്ഞെടുക്കാം. 250 മില്ലി 1-ാം പാലും 1 ലിറ്റർ 2-ാം പാലുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ പരിപ്പിനെ താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം മറ്റൊരു പാനാണ് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചവ്വരി വേവിച്ചെടുക്കലാണ്. ചവ്വരി ഇപ്പോൾ നല്ലവണ്ണം കുതിർന്നിരിക്കുന്ന പാകത്തിലാണ് ഉള്ളത്. കുതിർത്തിയെടുത്തിട്ടുള്ള വെള്ളത്തോടു കൂടി ചവ്വരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 750 മില്ലി അളവില് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2-ാം പാല് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാലിൽ കിടന്നിട്ട് നമ്മുടെ ചവ്വരി നല്ലവണ്ണം വെന്ത് വരണം. അതുവരെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു സമയത്ത് തേങ്ങാപ്പാലിൽ കിടന്നുകൊണ്ട് നമ്മുടെ ചവ്വരി നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാനിയിലേക്ക് നമുക്ക് ഈ ചവ്വരിയെ ചേർക്കേണ്ടതാണ്. അതിനായിട്ട്
നല്ല പോലെ വേവിച്ചതിന് ശേഷമായിരിക്കണം ശർക്കര പാനിയിലേക്ക് ചേർക്കേണ്ടത്. ഒരിക്കലും വേവാതെ ശർക്കര പാനിയിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ പായസത്തിൽ ചവ്വരി കടിക്കാനൊക്കെ സാധ്യത വളരെ തന്നെ കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ചവ്വരി കൈകൊണ്ട് തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ നീങ്ങി വരുന്നുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി പരിപ്പും ചവ്വരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. നമ്മൾ ഈ പായസത്തിലേക്ക് ചേർത്തിട്ടില്ല തേങ്ങാപ്പാൽ മുഴുവനും ഒന്ന് വറ്റി കിട്ടണം. അതുവരെയാണ് നമുക്ക് നല്ല പോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. ശർക്കര പാനിയിലേക്ക് ചേർത്തിട്ടില്ല ഈ ഒരു ചവ്വരി ശർക്കര നീരെല്ലാം കുടിച്ചിട്ട് ഒന്ന് മധുരവും കൂടി പിടിച്ചു കിട്ടണം. അതുവരെയും പായസം ഒന്ന് കുറുക്കി വരുന്നത് വരെയും നമുക്ക് തിളപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പായസം ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് അടിച്ചേർത്ത് ഇളക്കി കൊടുക്കുവാണ്. നമ്മുടെ പായസത്തിലെ വെള്ളം ഒന്നുകൂടി വറ്റിയിട്ട് ഒന്ന് കുറുകിയൊക്കെ കിട്ടണം. അതുവരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ നല്ലവണ്ണം വെട്ടിയും തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്നത് വരെയാണ് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പായസത്തിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് ഏലക്കയും ചുക്കും കൂടി പൊടിച്ച പൊടിയാണ്. ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഏലക്കപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തിളച്ചൊക്കെ തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 200 മില്ലി അളവിലാണ് 1 പാല് ചേർത്തിട്ടുള്ളത്. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം നമുക്ക് എടുക്കാനായിട്ടും. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് പ്രത്യേക സ്വാദ് കൂടെ കിട്ടുന്നത്. ഇനി നമ്മുടെ പായസത്തിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാകും. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ ഒരു പിടി കാഷ്യൂസ് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടിയോളം റൈസിൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. റൈസിൻസ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞൊക്കെ തുടങ്ങുന്നുണ്ട്. നല്ലവണ്ണം മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പായസത്തിലേക്കാണ് ചേർക്കേണ്ടത്. താളിപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് ചവ്വരി പായസം ഇവിടെ റെഡിയാണ്. ഈ വർഷത്തെ ഓണത്തിന് ഇതുപോലൊരു പായസം നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ഈ ഒരു അളവുകൾ വെച്ചിട്ട് 3 ലിറ്റർ പായസമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വീഡിയോ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.